കോംപ്ലക്സ് നമ്പർ എന്താണെന്നും അതിൻ്റെ റിയൽ പാർട്ട് എന്താണെന്നും ഇമാജിനറി പാർട്ട് എന്താണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് ഈക്വൽ ടു ഇസഡ് എന്ന് പറയുന്നത് A+IB ആണെങ്കിൽ ഇവിടെ എന്താണ് നമ്മുടെ കോംപ്ലക്സ് നമ്പറിനകത്ത് റിയൽ ഓഫ് ഇസഡ് എന്ന് പറയുന്നത് A ആയിരിക്കും, ഇമാജിനറി ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു B ആയിരിക്കും ഒരു കോംപ്ലക്സ് നമ്പറിനകത്ത്. അപ്പോൾ എപ്പോഴും ഇസഡ് ഈസ് ഈക്വൽ ടു A+Iയിൽ A+IBക്കകത്ത് A എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ടും B എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടും ആവും. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ആണ്. ഓഫ് ഇസഡ്, കോൺജുഗേറ്റ് ഓഫ് ഇസഡ്. ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇസഡ് ഇസ് ഈക്വൽ ടു A+IB ആണെന്ന് വെച്ചോ. ഇതിൻ്റെ കോൺജുഗേറ്റിനെ ഇസഡ് ബാർ എന്ന് നമ്മൾ നോട്ട് ചെയ്യും. കോൺജുഗേറ്റ് ഓഫ് ഇസഡിനെ എങ്ങനെയാണ് പറയുന്നത്? ഇസഡ് ബാർ. അതായത് ഇതിനെ നോട്ട് ചെയ്യുന്ന ഇസഡ് ബാർ ആണ്. ഇസഡ് ബാർ എന്ന് പറയുന്ന ഇമാജിനറി പാർട്ട് ഏതാണോ അതിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ആവും. നടുക്കുന്ന ഒരിക്കലും കരുതരുത്, ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ആവും. അപ്പോൾ ഇവിടെ ഏതാ മക്കളെ ഇമാജിനറി പാർട്ട്? ഐ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ആകുമ്പോൾ എന്ത് വരും? A-IB എന്ന് വരും. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇസഡ് ഇസ് ഈക്വൽ ടു 4 - 3i ആണ് വെച്ചോ. അതിൻ്റെ കോൺജുഗേറ്റ് ഇസഡ് ബാർ എന്ന് പറയുന്നത് 4 + 3i ആയിരിക്കും. കാരണം ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആവും, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആവും. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇസഡ് ഇസ് ഈക്വൽ ടു 4 - 5/2i ആണെന്ന് വെച്ചോ. ഇസഡ് ബാർ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 4 + 5/2i എന്ന് വരും. അതായത് ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആവും, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആവും. ദെൻ തേർഡ് എക്സാമ്പിൾ നോക്കാം. ഇസഡ് ഈസ് ഈക്വൽ ടു 5i - 3 ആണ്. ഇവിടെ എപ്പോഴും എഴുതുമ്പോൾ നമ്മൾ നേരെ കൊണ്ടുപോയി നടുക്കത്തെ സൈൻ പോസിറ്റീവ് ആക്കി വെക്കരുത്. ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ആവണേ. അപ്പോൾ ഇവിടെ ഇമാജിനറി പാർട്ട് ഏതാ? 5i ആണ്. അപ്പോൾ അതിൻ്റെ സൈനാ ഓപ്പോസിറ്റ് ആവുള്ളൂ. അതാണ് -5i ആവും. ഈ -3ക്ക് ഒരു മാറ്റമില്ല. റിയൽ പാർട്ടിന് ഒരു ചേഞ്ചും വരുത്തരുത് കേട്ടോ. ഇപ്പം നാലാമത്തെ എക്സാമ്പിൾ നോക്കാം. ഇസഡ് ഇസ് ഈക്വൽ ടു 4i + 2 ആണെന്ന് വെച്ചോ. ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? -4i + 2 ആയിരിക്കും. കാരണം ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആവും, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആവും. ഏതിൻ്റെ സൈനാണ്? ഇമാജിനറി പാർട്ടിൻ്റെ സൈനാണ്. ഇവിടെ നോക്കാം. അനദർ എക്സാമ്പിൾ നോക്കാം. ഇസഡ് ഇസ് ഈക്വൽ ടു cos θ + I sin θ ആണ്. ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആണ്. അതിൻ്റെ ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസഡ് ബാർ ഇസ് ഈക്വൽ ടു cos θ - I sin θ വരും. ഇതാണ് അതിൻ്റെ ഇമാജിനറി പാർട്ട്, നേരെ ഓപ്പോസിറ്റ് ആവും. അപ്പോൾ +i എന്നുള്ളത് -i ആവും. ക്ലിയർ ആയല്ലോ? ദെൻ അനദർ എക്സാമ്പിൾ നോക്കാം നമുക്ക്. സിക്സ്ത് എക്സാമ്പിൾ. ഇസഡ് ഈസ് ഈക്വൽ ടു 3 + √-7 ആണെന്ന് വെച്ചു. ഇവിടെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എഴുതണം. ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ ആദ്യം നമ്മൾ മാറ്റണം. 3 + ഈ √-7 എങ്ങനെ എഴുതാം? +or-i എന്ന് എഴുതാം അല്ലേ? ദെൻ -1 +or-7 √7 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പർ കിട്ടും. ഒരു കോംപ്ലക്സ് നമ്പർ 3 + i √7 ഇതിനെ നമുക്ക് Z1 എന്ന് കൊടുക്കാം. രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ Z2 ഈക്വൽ ടു 3 - i √7 കിട്ടും. അതായത് നമ്മളൊരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ഈ √-7 ആണെങ്കിൽ അതിനെ +or-i √7 എന്ന് എഴുതി. ഇനി ഇതിനകത്ത് Z1ൻ്റെ റിയൽ പാർട്ട് ഓഫ് Z1 എന്ന് പറഞ്ഞാൽ അവിടെ 3 വരും. ഇമാജിനറി പാർട്ട് ഓഫ് Z1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു √7 വരും. ഇനി അവിടെ നമുക്ക് തന്നേക്കുന്നത് നെഗറ്റീവ് എടുത്താൽ ഈ Z2 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിയൽ പാർട്ട് ഏത് വരും? 3 വരും. അപ്പം ഇതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കാം. റിയൽ ഓഫ് Z2 എന്ന് പറയുന്നത് 3 വരും. ഇമാജിനറി ഓഫ് Z എന്ന് പറഞ്ഞാൽ ഏത് വരും മക്കളെ? ഇമാജിനറി ഓഫ് Z എന്ന് പറഞ്ഞാൽ -√7 വരും. -√7 വരും. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ കിട്ടണമെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇതിനെ റൂട്ടിന് പുറത്താക്കണം. ഇതിനെ എങ്ങനെ എഴുതാം? +or-, -1 എന്നും √7 നമുക്ക് I² വരും. I² റൂട്ടിന് പുറത്ത് വരുമ്പോൾ i വരും. അത് ഒറ്റയടിക്ക് എഴുതാവുന്നേ ഉള്ളൂ. √7 അങ്ങനെ തന്നെ എഴുതും. അപ്പോൾ 3 +or-i √7 എന്ന് പറഞ്ഞ രണ്ട് വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തു. ഈ 3 + i √7 Z1 എന്നും Z2 ഈക്വൽ ടു 3 - i √7 എന്നും കൊടുത്തു. അപ്പോൾ അതിൻ്റെ റിയൽ പാർട്ട് ഏതാണ്? 3 ആണ്. ആദ്യത്തെ Z1ൻ്റെ റിയൽ പാർട്ട് 3, ഇമാജിനറി പാർട്ട് √7 വരും. Z2ൻ്റെ റിയൽ പാർട്ട് ഏത് വരും? 3 വരും. അതിൻ്റെ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ i ഒഴിച്ചുള്ളത് വരുമ്പോൾ ആ നെഗറ്റീവും കൂടെ ചേർത്ത് പറയണം.
അപ്പോൾ ആൻസർ എന്നാ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു -√7 വരും. ഇതിൻ്റെ തന്നെ വേറെ മോഡൽ ക്വസ്റ്റ്യൻസോടെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ സൈഡ് നമുക്ക് തന്നേക്കണത് 4 - √-5 എന്ന് വെച്ചോ. ഇതിൻ്റെ നമുക്ക് കോൺജുഗേറ്റ് എഴുതണം, റിയൽ പാർട്ട് എഴുതണം, ഇമാജിനറി പാർട്ട് എഴുതണം. അപ്പോൾ ഈ സൈഡ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ 4 - എന്ത് കൊടുക്കാം? +or- കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു അത് കൊടുത്താൽ മതി. ഈ മൈനസ് നോക്കേണ്ട ആവശ്യമില്ല നമുക്കവിടെ. +or- √5 എന്ന് വരും. അതായത് ഓൾറെഡി ഒരു മൈനസ് കിടപ്പുണ്ട്. +or- വരുമ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ഇവിടെ നടുക്ക് മൈനസ് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും +or- ഇടുമ്പോൾ ഓൾറെഡി അവിടെ വന്നോളും. അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 4 +or- I √5 വരും. അപ്പോൾ അതിൻ്റെ റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്നായിരിക്കും കൊച്ചുങ്ങളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 4 വരും. അപ്പോൾ ഈ ഒരു നമ്പറിൻ്റെ കോൺജുഗേറ്റ് നമ്മൾ കണ്ടുപിടിക്കും. അന്നേരം നമ്മൾ Z1 എന്ന് കൊടുക്കുക. 4 - ഇനി തന്നിരിക്കുന്നതിനെ ഒന്നോടെ എടുത്തെഴുതാം. 4 - I √5 കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ Z1 ബാർ എന്ന് പറഞ്ഞാൽ എന്ത് വരും മക്കളെ? 4 + I √5 വരും. ഒരെണ്ണം ആൻസറായി. രണ്ടാമത്തേന് പോസിറ്റീവ് വരുന്നതിന് നമ്മൾ Z2 എന്ന് കൊടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 + I √5 വരും. അപ്പോൾ അതിൻ്റെ കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് Z ബാർ എന്തായിരിക്കും? Z2 ബാർ എന്തായിരിക്കും? 4 - I √5 ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് തന്നിരിക്കുന്ന രണ്ട് നമ്പർ +or- വരുവാണെങ്കിൽ അതിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എഴുതിയിട്ട് അതിൻ്റെ കോൺജുഗേറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് നോക്കുന്ന എളുപ്പമായിരിക്കും മനസ്സിലാക്കാനായിട്ട്. ഇതിന് ഈ മോഡൽ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. 5 - √3i ആണെന്ന് വെച്ചു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കണ ക്വസ്റ്റിനകത്ത് ഓൾറെഡി 5 - √3i ആണ്. I ഓൾറെഡി തന്നേക്കുവാണ്. അപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. Z ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 5 + √3i എന്ന് എഴുതാം. ഒരു മാറ്റവും ഇല്ല. അതേസമയം നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. Z ഈസ് ഈക്വൽ ടു 7 + √-3 ആണെന്ന് വെച്ചാൽ തന്നേക്കണം. അവിടെ തരുമ്പോൾ നമ്മൾ നോക്കണം, ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ എഴുതാൻ നമ്മൾ. അപ്പോൾ Z എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? 7 + I √3 എന്ന് എഴുതാം. കാരണം റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പർ വന്നാൽ അതിന് എന്താണ്? -1 എന്ന് പറയുന്ന I² ആണ്. I² റൂട്ടിന് പുറത്ത് വരുമ്പോൾ +i വരും. അപ്പോൾ നമുക്കിടെ Z കിട്ടി 7 + +or- I √3 എന്ന് കിട്ടി. അപ്പോൾ Z1 കൊടുക്കാം നമുക്ക്. 7 + I √3 കൊടുത്താൽ ഒരു നമ്പർ കൊടുത്തു. അപ്പോൾ അതിൻ്റെ Z1 ബാർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 7 - I √3 എന്ന് പറയും. Z2 എന്ന് പറയുന്നത് 7 - I √3 കൊടുക്കണം. അതായത് ഇത് ഒരെണ്ണം എടുത്തു, ഇത് രണ്ടാമത്തെ നമ്മൾ അതിനകത്ത് എടുത്തു. അപ്പോൾ Z2 ബാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 7 + I √3 ആയിരിക്കും. അതായത് ഒരു ക്വസ്റ്റ്യനകത്ത് നമ്മൾ എന്താ വേണ്ടത്? റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കോൺജുഗേറ്റ് കണ്ടുപിടിക്കാനായിട്ട് റിയൽ പാർട്ടിന് ഒന്നും ചെയ്യരുത്. ഇമാജിനറി പാർട്ട് എന്താണോ അതിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ആക്കണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കണ ക്വസ്റ്റിനകത്ത് ഏത് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത് നോക്കുക, നാലാമതൊരു എക്സാമ്പിൾ. Z ഈസ് ഈക്വൽ ടു 4 - √-7 ആണ് തന്നേക്കണേ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? നമുക്ക് ആദ്യം 4 - ഈ √-7 +or- √7i എന്ന് എഴുതാം. അപ്പോൾ 4 - +or- √7i എന്ന് എഴുതാം. ഇതിന് നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 4 - ഈ മൈനസും പ്ലസും -√7i. അത് വേറെ ഒന്നും നോക്കണ്ട. ഒരെണ്ണം നെഗറ്റീവ് ഇടുക, ഒരെണ്ണം പോസിറ്റീവ് ഇടുക, അത്രയേ ഉള്ളൂ. അതിന് നമ്മൾ Z1 എന്ന് കൊടുക്കണം. നെഗറ്റീവ് എടുത്തതിന് Z1 കൊടുക്കണം. ഇനി Z2 എന്ന് പറഞ്ഞതിന് പോസിറ്റീവ് എടുത്ത് കൊടുക്കണം. അപ്പോൾ ഈ നെഗറ്റീവും +√7i ആവില്ലേ? അപ്പോൾ ഇവിടെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓരോന്നിനും നെഗറ്റീവ് കൊടുക്കുക, ഓരോന്നിന് പോസിറ്റീവ് കൊടുത്തങ്ങ് എഴുതിയാൽ മതി. വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ Z1 ബാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? ഈ നെഗറ്റീവ് എന്തായി മാറും? 4 + √7i ആയി മാറും. ഈ പോസിറ്റീവ് Z2 ബാർ എന്തായി മാറും? ഈ 4 ഇതെന്താവും? പ്ലസ് എന്ന് പറഞ്ഞാൽ -√7i ആവും. ഇതിങ്ങനെ സെപ്പറേറ്റ് തിരിച്ച് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ അത് ഒറ്റയടിക്ക് നമുക്ക് +or- എഴുതിയാലും പ്രശ്നമൊന്നുമില്ല, മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളൊരു കോംപ്ലക്സ് നമ്പർ എന്താണെന്നും അതിൻ്റെ കോൺജുഗേറ്റ് എന്താണെന്നും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതുപോലെ തന്നെ മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് നോക്കാം. എന്താണ് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ? മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഇപ്പോൾ Z ഈസ് ഈക്വൽ ടു A + IB എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ മോഡുലസ് Z എന്ന് പറഞ്ഞാൽ √(A² + B² ആയിരിക്കും. അതായത് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ ആയിരിക്കും. അവിടെ നെഗറ്റീവോ പോസിറ്റീവോ ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നേരെ ആ നമ്പറിൻ്റെ സ്ക്വയർ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. Z ഈസ് ഈക്വൽ ടു 5 + 3i ആണെന്ന് വെച്ചോ.
ഇസഡ് 5+3 ആണെങ്കിൽ മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഈ 5ൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 25 നേരെ എഴുതാം പ്ലസ് ഈ 3യുടെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 9. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ മക്കളെ 25 + 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 34 വരും. അപ്പോൾ നമ്മളൊരു കോംപ്ലക്സ് നമ്പർ നമുക്ക് തന്നിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് വേറെ നേരെ എഴുതാം റിയൽ പാർട്ടിൻ്റെ സ്ക്വയറും ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയറും അങ്ങ് എഴുതിയാൽ മാത്രം മതി. അതിനകത്ത് നെഗറ്റീവ് ആണെങ്കിൽ പോലും സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. ഇസഡ് ഈസ് ഈക്വൽ ടു 5 - 2y എന്ന് വെച്ചോ. അതിൻ്റെ മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 5ൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 5ൻ്റെ സ്ക്വയർ വേണമെങ്കിൽ എഴുതാം കേട്ടോ. 5ൻ്റെ സ്ക്വയർ പ്ലസ് -2 എഴുതി എങ്ങനെ എഴുതണം -2 സ്ക്വയർ എന്ന് എഴുതണം. അല്ലാതെ ബ്രാക്കറ്റ് ഇടാതെ നമുക്ക് അവിടെ എഴുതാൻ പറ്റത്തില്ല. അതങ്ങനെ വരുമ്പോൾ നമ്മൾ അറിയാതെ എങ്ങാനും തെറ്റിപ്പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒറ്റ സ്റ്റെപ്പിൽ എഴുതാൻ പറഞ്ഞേക്കണം. 5ൻ്റെ സ്ക്വയർ 25 ഇത്രയും മതി പ്ലസ് ഈ 2ൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ -2ൻ്റെ സ്ക്വയർ 4 കറക്റ്റ് അല്ലേ നോക്കി. അപ്പോൾ നേരെ എഴുതാം, തെറ്റിപ്പോയിരിക്കും. ഇവിടെ നെഗറ്റീവ് എഴുതിയാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ബ്രാക്കറ്റ് ഇടണം, അല്ലെങ്കിൽ അത് -4 ആയി പോകും നിങ്ങൾ എഴുതുമ്പോൾ. അപ്പോൾ തെറ്റിപ്പോകും നമ്മുടെ ആൻസർ. തെറ്റിപ്പോയിരിക്കാൻ വേണ്ടി നേരെ എഴുതിക്കോ, ഒരു പ്രശ്നമില്ല. അപ്പോൾ റൂട്ട് 29 വരും. പെർഫെക്റ്റ് റൂട്ട് ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതുക. നമ്മൾ തേർഡ് എക്സാമ്പിൾ നോക്കാം. ഇസഡ് ഈസ് ഈക്വൽ ടു 1 - i ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഏതാണ് 1ൻ്റെ സ്ക്വയർ 1 എഴുതിയ പ്ലസ് ഈ ഐയുടെ ഐയുടെ കോയഫിഷ്യൻറ്റ് -1 ആണ്. അപ്പോൾ -1 ദ ഹോൾ സ്ക്വയർ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. അപ്പോൾ എഴുതണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ വെറുതെ 1 എഴുതിയാലും മതി. 1 + 1 വരും. അപ്പോൾ ആൻസർ ഈസ് റൂട്ട് 2 വരും. കണ്ടോ, ഈ 1ൻ്റെ സ്ക്വയർ 1, ഈ -1ൻ്റെ സ്ക്വയർ 1. അപ്പോൾ 1 + 1 റൂട്ട് 2. നേരെ നമുക്ക് ആൻസറിലേക്ക് എത്താം. അല്ലാതെ നെഗറ്റീവോ സ്ക്വയർ എടുക്കേണ്ടെന്ന് ആവശ്യമില്ല നമുക്ക് അവിടെ കേട്ടോ. ഇസഡ് ഈസ് ഈക്വൽ ടു അടുത്ത നോക്കുക 3 - 2y. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഈ 3യുടെ സ്ക്വയർ 9 -2ൻ്റെ സ്ക്വയർ 4 ഒറ്റയടിക്ക് റൂട്ട് 13 നമുക്ക് എഴുതിയാൽ മതി. ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇസഡ് ഈസ് ഈക്വൽ ടു 1 + i. 1 + i മോഡുലസ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1ൻ്റെ സ്ക്വയർ എന്നാ 1 പ്ലസ് ഈ ഐയുടെ കോയഫിഷ്യൻറ്റ് 1 ആണ്. അപ്പോൾ 1ൻ്റെ സ്ക്വയർ 1. അപ്പോൾ ആൻസർ ഈസ് റൂട്ട് 2 ആണ്. സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല അവിടെ. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കുക. ഇസഡ് ഈസ് ഈക്വൽ ടു ½ - i ആണെന്ന് വെച്ചോ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇസഡ് എന്താ 1/2ൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു വേണമെങ്കിൽ എഴുതാം, റൂട്ട് എഴുതാം, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. -1ൻ്റെ സ്ക്വയർ -1 സ്ക്വയർ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ 1 എന്നങ്ങ് എഴുതിയാലും മതി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 + 1. അപ്പോൾ ആൻസർ ഈസ് 5/4 വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്റ്റെപ്പ് -1 ഹോൾ സ്ക്വയർ എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ നേരെ എഴുതിയാൽ മതി. 1/2ൻ്റെ സ്ക്വയർ 1/4, ഈ ഐയുടെ കോയഫിഷ്യൻറ്റ് -1ൻ്റെ സ്ക്വയർ 1. അപ്പോൾ നേരെ മൾട്ടിപ്ലൈ ചെയ്ത് റൂട്ട് 5/4 എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ?